ധനുമാസത്തിലെ തിരുവാതിര വ്രതമെടുത്തും തിരുവാതിരക്കളിയുടെ ചുവടുകൾ വെച്ചും ആഘോഷം. ഭക്തിയും പ്രാർത്ഥനയും ഒപ്പം സ്ത്രീകളുടെ കൂട്ടായ്മ കൂടിയാണ് തിരുവാതിര. ധനുമാസം തിങ്കളിൽ തിരുവാതിര വന്നല്ലോ, ഭഗവാൻ തന്റെ തിരുനാളാണ്. ഭഗവതിക്കിന്ന് തിരുനോൽമ്പ്, ശ്രീ ഭഗവതിക്കിന്ന് തിരുനോൽമ്പ്. തിരുവാതിര നാളിൽ കേരളീയ വേഷത്തിൽ തലയിൽ പൂച്ചൂടി അണിഞ്ഞൊരുങ്ങി വ്രതമെടുത്ത് ഭക്തിയോടെ അങ്കനമാർ തിരുവാതിര ചുവടുകൾ വെച്ചു. ശ്രീ പരമേശ്വരന്റെ തിരുനാളായ തിരുവാതിരയിൽ കുടുംബ ഐശ്വര്യത്തിനും നെടുമാംഗല്യത്തിനും വേണ്ടിയാണ് സ്ത്രീകൾ വ്രതമെടുക്കുന്നത്. തിരുവാതിരക്കളി തിരുവാതിര ദിനത്തിലെ പ്രധാന ചടങ്ങാണ്. 7 തിരിയിട്ട നിലവിളക്കിന് മുന്നിൽ നിറപറയൊരുക്കും. വായ്ക്കുരവയോടെ അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകൾ ചുവടുകൾ വയ്ക്കും. ഭഗവാനെയും ദേവിയെയും സ്തുതിച്ചുകൊണ്ടുള്ള തിരുവാതിരപ്പാട്ട് ചുണ്ടിലും ഭക്തി മനസ്സിലും നിറയും. ആചാരാനുഷ്ഠാനങ്ങളും ഭക്തിയും വിശ്വാസവും എല്ലാം സമ്മേളിക്കുന്ന ധനുമാസത്തിലെ തിരുവാതിര മൺമറഞ്ഞെന്ന് പഴമക്കാർ പറയുമെങ്കിലും വനിതകളുടെ ഒത്തൊരുമയിലൂടെ തിരുവാതിര വ്രതവും ചടങ്ങുകളും ഇന്നും നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. അഖില കേരള തന്ത്രി മണ്ഡലം സംഘടനയായ 13ാമത് ജില്ലാ സമ്മേളനവും ആചാര്യ കുടുംബസംഗമവും ഡിസംബർ 29-ന് കോഴിക്കോട്ട് നടക്കും. കേസരി ഭവൻ